ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂന്തലൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂന്തലും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇപ്പോൾ കൂന്തലൊക്കെ ഒന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കൂന്തൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റൈസ് ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ബിരിയാണിയിലേക്കുള്ള റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൂന്തൽ ഫ്രൈ ചെയ്ത് വെച്ച അതേ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 4 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ കൂന്തളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇനി ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ പകുതി മസാല ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മസാലയും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.